ഹലോ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ അടുക്കളയിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ബ്ലീച്ചാണ്. ഇത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലീച്ച് ആയിരിക്കും. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ബ്ലീച്ചാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം പുളി, അതായത് പുളീൻ്റെ പ്യൂരി എന്ന് പറയില്ലേ നമ്മൾ, അത് ഒഴിച്ചു കൊടുക്കണം. ഇതെങ്ങനെ ഈ നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതെങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മളൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ നമുക്ക് നല്ല കട്ടി തന്നെ പുളീൻ്റെ ഈ ഒരു പൾപ്പ് കിട്ടും. ടിക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുനാരങ്ങ ഫുള്ളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ചെറുനാരങ്ങ എന്നെല്ലാം പറയുന്നത് നമ്മളെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരിക്കലും ചെറുനാരങ്ങ നമ്മൾ ഡയറക്റ്റ് നമ്മളെ സ്കിന്നിൽ യൂസ് ചെയ്യരുത് കേട്ടോ. എന്തിൻ്റെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞളാണ്. മഞ്ഞൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പച്ച മഞ്ഞൾ അരച്ചതുണ്ടല്ലോ, അതും യൂസ് ചെയ്യുക. ഇല്ലെന്നാണെങ്കിൽ നല്ല, അതായത് നമ്മളെ വീട്ടിൽ തന്നെ പിന്നെ ഉണക്കി പൊടിച്ച നമ്മൾ കറിയിൽ യൂസ് ചെയ്യുന്ന മഞ്ഞളുണ്ടല്ലോ, അതായാലും മതി. പക്ഷേ ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. അപ്പോൾ കടലപ്പൊടിയും നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ കടലപ്പൊടി ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുഖത്ത് ഇതൊരു നല്ല ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇതിൽ കടലപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കടലപ്പൊടീൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു നമ്മളെ മുഖത്ത് പറ്റി നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കടലപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂണോളം തന്നെ കടലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾ ആ ഒരു ഇതിൽ കടലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കടലപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അതായത് നമ്മളെ മുഖത്ത് അത് നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്ന രൂപത്തിൽ കിട്ടുന്ന ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ടാണ് കടലപ്പൊടി യൂസ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു സംഭവം നമ്മളെ മുഖത്തേക്ക് നമ്മൾ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഞാനിവിടെ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് എൻ്റെ കൈമേലേക്ക് നല്ല കുറച്ച് കട്ടിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ ഇത് ഒരാഴ്ചയിൽ 3 ദിവസമായിട്ട് നിങ്ങൾ ചെയ്യുക. 3 ദിവസമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ 3 കണ്ടിന്യൂസ് ഡേയ്സിലല്ല, ഒന്നിടവിട്ട ദിവസം 3 ദിവസമായിട്ട് ആഴ്ചയിൽ ചെയ്യുക. അതിനുശേഷം അതായത് ഒരാഴ്ച നിങ്ങൾ 3 പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേത്തെ ആഴ്ച നിങ്ങളോട് എന്തായാലും പുറമേയുള്ള ഒരാൾ കാണുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കൂ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കളറ് വന്നത് എന്നുള്ളത്. കാരണം അത്രയും നല്ലൊരു ഗ്ലോ നിങ്ങളെ മുഖത്തേക്ക് വരും. ഇത് ഫസ്റ്റ് നിങ്ങൾ ഈ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുഖത്തേക്ക് വന്ന മാറ്റത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ രോമ വളർച്ചയിലുള്ള മുകളിലുള്ളവരാണെങ്കിൽ ഈ രോമമെല്ലാം ഉള്ളിടത്ത് കുറച്ച് കൂടുതൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു നാച്ചുറൽ ബ്ലീച്ചാണ്. അപ്പോൾ നമ്മുടെ ആ രോമമുള്ള ഭാഗമെല്ലാം ഗോൾഡൻ കളറായിട്ട് വരും. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ബ്ലീച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാകുക, ആ ഒരു ഫീല് തന്നെ കിട്ടും ഇതിന്. അപ്പോൾ ഇത് നല്ല കട്ടിയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമ്മുടെ മുഖത്തേക്ക് വെക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ ഇത് 20 മിനിറ്റിന് ശേഷം ഇത് നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നല്ലോണം കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കഴുകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് അപ്പാടങ്ങ് കഴുകി എടുത്താളിയരുത്. നമ്മൾ മെല്ലെ മെല്ലെ മസാജ് ചെയ്തിട്ട് വേണം കഴുകി കളയാൻ വേണ്ടിയിട്ട്. മുഖത്തുള്ള ആ ഒരു ഇത് ഡ്രൈ ആയിട്ടുള്ളത് മെല്ലെ മെല്ലെ വെള്ളം ഉപയോഗിച്ചിട്ട് സർക്കുലർ മോഷനിൽ തന്നെ മസാജ് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. തീർച്ചയായും നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഗ്ലോ മനസ്സിലാവും. എന്തെങ്കിലും പാർട്ടിയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അടുത്ത ആഴ്ച പാർട്ടി ഈ ആഴ്ച ഇടപെട്ടിട്ടുള്ള 3 ദിവസം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഒരു ഫേഷ്യലോ ബ്ലീച്ചോ മേക്കപ്പിൻ്റെ കാര്യം ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങളെ മുഖത്ത് കിട്ടുകയും ചെയ്യും. ഏതെങ്കിലും ഒരാളെങ്കിലും നിങ്ങളോട് നിങ്ങളെ മുഖത്തിൻ്റെ മാറ്റത്തിനെ കുറിച്ച് ചോദിച്ചിരിക്കും. കാരണം അത്രയും നല്ലൊരു ഒരു നാച്ചുറൽ ബ്ലീച്ചാണിത്. അപ്പോൾ സാധാരണ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയാൽ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ബ്ലീച്ച് ആകുമ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും. പക്ഷേ ഇത് 3 പ്രാവശ്യം ചെയ്താലാണ് കറക്റ്റ് ആ ഒരു ഗ്ലോ വരൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എൻ്റെ കയ്യിൽ വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.